നിനക്കൊന്ന് ശ്രദ്ധിച്ചുകൂടാ. ഈ ഒരു നിക്കറ് കീറിയപ്പോഴാണോ നിനക്ക് ദേഷ്യം വന്നത്? അപ്പൊ ബാക്കിയുള്ള സമയം നീ എവിടെയായിരുന്നു? ബാക്കിയോ? എന്താ ഇത് ഹണി? സൂക്ഷിച്ചും കണ്ടുമൊക്കെ ചെയ്യ്. നീ ശ്രദ്ധിച്ച് ജോലി ചെയ്യേണ്ട പണി. ദാ തുണി വെള്ളത്തിലൂടെ ഒഴുകിപ്പോന്ന് കണ്ടോ നീ? എന്ത്? പക്ഷെ ഈ ടവല് നമ്മുടെ അല്ലല്ലോ, ഇതാരുടെയാ? ഇതാരെങ്കിലും അലക്കിയതായിരിക്കാം. അപ്പൊ അറിയാതെ ഇങ്ങോട്ടേക്ക് വന്നതായിരിക്കാം. വരൂ, വേഗം ഈ തുണികളെല്ലാം എടുക്ക. ഇത് നമുക്ക് അലക്കുന്ന ആൾക്ക് തിരിച്ചു കൊണ്ട് കൊടുക്കാം. അയ്യോ, അത് ഈ ടവൽ. ഇതെന്ത് ടവലാ ഇത്? അയ്യോ, ഇത് ഈ ടവൽ. നിങ്ങൾക്ക് എന്താ പറ്റിയത്? ഈ ടവൽ എന്നൊക്കെ പിച്ചും പെയ്യും പറയാണോ? അയ്യോ, ഇത് ഈ ടവൽ. ടവൽ, നീ ആരാണ്? നീ എവിടുന്നാ വന്നിരിക്കുന്നത്? എടാ, അത് ടവലാണ്. എവിടുന്നാ വന്നതെന്ന് പറഞ്ഞു മനസ്സിലാക്കാൻ അതിനെ കൊണ്ട് കഴിയില്ല. കാക്കയും കാക്കയും കൂക്കൊക്കെ എവിടെയാ പഠിക്കുന്നേ? ഞാൻ പറഞ്ഞത് മതി മതി മതി. വാ, വീട്ടിൽ പോവാം. നിന്നെ നിന്റെ വീട്ടിൽ എങ്ങനെ എത്തിക്കണമെന്ന് നമുക്ക് അവിടെ ചെന്നിട്ട് ആലോചിക്കാം. ഒരു ജോലി പോലും നാളത്തേക്ക് മാറ്റിവെക്കാൻ പാടില്ലെന്നാണ് മാഡം പറഞ്ഞിട്ടുള്ളത്. കൂട്ടുകാരെ, ഇനി വീട്ടിലേക്ക് പോവാം. അതിനുശേഷം നിന്നെ നിന്റെ വീട്ടിലെത്തിക്കുന്ന കാര്യം ഞങ്ങളേറ്റു. എന്റെ പ്രിയപ്പെട്ട ടവൽ, നീ എവിടെയാണ് ഒളിച്ചിരിക്കുന്നത്? എന്റെ മാജിക് ടവൽ ആരെങ്കിലും കണ്ടായിരുന്നോ? ഓരോരുത്തരായി പറയൂ, ഓരോരുത്തരായിട്ട് പറഞ്ഞാ മതി. പറയൂ എന്റെ കുട്ടികളെ, വേഗം പറയൂ. അത് ശരി, അയയിൽ ഉണക്കാനിട്ടിരിക്കായിരുന്നോ? പക്ഷെ അവിടുന്ന് എങ്ങോട്ട് പോയി? അപ്പൊ അതിന്റെ അർത്ഥം കാറ്റിനൊപ്പം എന്റെ ടവലും പറന്നു പോയെന്നാണോ? ടെൻഷൻ അടിക്കേണ്ട ഒരു ആവശ്യവുമില്ല. ടവൽ വളരെ സേഫാണ്. വൈകുന്നേരത്തിനുള്ളിൽ അവൻ ഉറപ്പായി തിരിച്ചു വന്നിരിക്കും.
നിനക്ക് സംസാരിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ നന്നായിരുന്നു. ചിലപ്പോ സംസാരിക്കാൻ പറ്റില്ലായിരിക്കും, പക്ഷെ ഇവനെ എഴുതി കാണിക്കാൻ പറ്റുമായിരുന്നല്ലോ. അയ്യോ, നിങ്ങളുടെ എല്ലാവരും നോട്ടം കണ്ടു കഴിഞ്ഞാൽ ഞാൻ എന്തോ മണ്ടത്തരം വിളിച്ച് പറഞ്ഞതുപോലെയാണല്ലോ. മണ്ടത്തരമല്ല, നീ ആദ്യമായിട്ടാ ബുദ്ധിപരമായിട്ടൊരു കാര്യം പറഞ്ഞത്. എന്റെ കയ്യിൽ അല്ലെങ്കിലും ഐഡിയകൾ ഒരുപാട് ഉണ്ടാവാറുണ്ട്. സ്പെഷ്യൽ ആളുകൾക്ക് മാത്രമേ അതൊക്കെ കൊടുക്കാറുള്ളൂ. കൊള്ളാലോ, ആപ്പിൾ. ഇത് മലമുകളിലാ സാധാരണ കണ്ടുവരാറ്. ആപ്പിളേപ്പൂർ ഇത് അവിടുത്തേതാണ്. നമ്മൾ നിന്റെ വീട്ടിലെത്തി. ഞങ്ങൾ താങ്കളുടെ ടവൽ തരാൻ വേണ്ടി വന്നതാ. ഞാനിവിടെ കുളിക്കാറ് പോലുമില്ല, പിന്നെ നിങ്ങളുടെ ടവൽ കിട്ടിയിട്ട് എന്തിനാണ്? അല്ല, ഈ ടവലാ പറഞ്ഞത് അത് ഇവിടെയാ താമസിക്കുന്നതെന്ന്. ഞാൻ മണ്ടനാണെന്ന് കരുതിയോ? ടവൽ സംസാരിക്കാറുണ്ടോ? നിങ്ങളെ കണ്ടിട്ട് ഒരു കള്ള ലക്ഷണം ഉണ്ടല്ലോ. ഒരു മിനിറ്റ് നിക്ക്. രംഗി, പിങ്കി. അല്ല, നിങ്ങൾ നിങ്ങളുടെ കുട്ടികളെ എന്തിനാ വിളിക്കുന്നത്? സമയം വൈകുന്നേരം 6 മണിയായി. ഇവന്റെ വീട്ടുകാരാണെങ്കിൽ ഇവനെ കാണാതെ വിഷമിക്കുന്നുണ്ടാകും. എന്തെങ്കിലും ഒരു വഴി കാണാതിരിക്കില്ല സോർദാറേ. അത് നിന്റെ വീടാണോ കൂട്ടുകാരെ? ഇതാണ് ഇവന്റെ വീട്. ഇത് നമ്മുടെ വീടിന്റെ അടുത്ത് തന്നെയാണല്ലോ. നിനക്കിത് നേരത്തെ പറഞ്ഞുകൂടായിരുന്നോ? ഒന്ന് നോക്കുന്നതുകൊണ്ട് എന്താ കുഴപ്പം? വാ, നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. കൂട്ടുകാരെ, ഇവനത് വെറുതെ വരച്ചതായിരിക്കാം. ഇവൻ വരച്ച ഡ്രോയിങ് ഇവന്റെ വീടാണെന്ന് നമ്മൾ വിചാരിച്ചു. അല്ല, ഇത് നമ്മുടെ മജീഷ്യൻ ആക്കയല്ലേ? ഹണി, മണി, സോർദാർ, പോപ്പട്ട്, നിങ്ങൾ ഇവനെ തിരിച്ചു കൊണ്ടുവരുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു. മജീഷ്യൻ ആക്ക, താങ്കളുടെ ടവൽ ഇനി സൂക്ഷിച്ചു വെക്ക്. എന്നാ ഞങ്ങൾ വരട്ടെ. ശക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നിങ്ങൾ കുറ്റക്കാരിയാണെന്ന് തെളിഞ്ഞിരിക്കുന്നു. നിങ്ങൾക്ക് 7 വർഷത്തെ കഠിന തടവ് വിധിച്ചിരിക്കുന്നു. പക്ഷെ അത് ഞാൻ എന്ത് തെറ്റാ ചെയ്തത്? നിങ്ങൾ തെറ്റ് മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഈ ക്രിമിനലിനെ വേഗം പിടിച്ചോണ്ട് പോകൂ. എന്നെ ക്രിമിനൽ എന്നൊന്നും പറഞ്ഞു പോരുത്. ജോർദാറെ, നിനക്ക് എന്താടാ പറ്റിയേ? മാഡം, സോർദാറ് ഒരുപാട് ബുക്ക് വായിച്ചോണ്ട് അവനും ബുദ്ധി മരവിച്ചിരിക്കുക. അതെ, ഇവൻ പ്രേതപ്പടം കണ്ടു കഴിഞ്ഞാ പിന്നെ കുറച്ചു സമയം പേടിച്ച് വരച്ചോണ്ടേ ഇരിക്കും. സോറി മാഡം. ആ ശരി ശരി ശരി. സോർദാറേ, വാ, നമുക്ക് ഇവിടുന്ന് പോവാം. സോറി. അല്ലെങ്കിൽ പിന്നെ നമ്മളെ ചിലപ്പോ ക്രിമിനൽ കേസിൽ അകത്താക്കും. ക്രിമിനൽ ക്രിമിനൽ. പക്ഷെ ഒരു ക്രിമിനലിന് ശിക്ഷ വാങ്ങിച്ചു കൊടുക്കുന്നത് നല്ല കാര്യമല്ലേ? നീ വീണ്ടും വന്നോ? ഓർഡർ, ഓർഡർ. ഈ ക്രിമിനലിനെ പിടിച്ചോണ്ട് പോകൂ. ഇതാണ് കോടതിയുടെ തീരുമാനം. ദ കോർട്ട് ഈസ് അഡ്ജേൺഡ്. വീണ്ടും ക്രിമിനൽന്നോ? ടിങ്കു, ഇങ്ങോട്ട് വന്നേ. മാഡം, എന്റെ കൂട്ടുകാരനോട് ക്ഷമിച്ചേക്കൂ. ക്ഷമയോ? എനിക്കൊട്ടും ക്ഷമയില്ല. ഇങ്ങനെയുള്ള ക്രിമിനലുകൾക്ക് തീർച്ചയായും ശിക്ഷ കിട്ടും. നീ എന്നെ ശിക്ഷിക്കും അല്ലേ? ഇപ്പൊ നിനക്ക് ടിങ്കു തരാൻ പോകുന്ന ശിക്ഷ എന്താന്ന് നീ കണ്ടോ?
സോർദാറെ നിനക്ക് എന്താടാ സംഭവിച്ചേ? എനിക്കിത് എന്തൊക്കെയാ സംഭവിക്കുന്നത്? സോറി സോറി Sorry, മാഡം. madam. എനിക്ക് എന്താ ഈ സംഭവിക്കുന്നത്? എന്നെ വേഗം വീട്ടിലേക്ക് കൊണ്ടുപോകൂ കൂട്ടുകാരെ. നീ പേടിക്കണ്ട, നീ പഠിച്ചു പഠിച്ച് ക്ഷീണിച്ചിരിക്ക. വീട്ടിൽ പോയി എന്തെങ്കിലും കഴിച്ചിട്ട് നന്നായിട്ട് കിടന്നുറങ്ങ്, എല്ലാം ശരിയാവും. നീ എന്താ കഴിക്കാൻ പോകുന്നേ സോർദാറെ? ഞാൻ ഇന്ന് എന്റെ കൈ കൊണ്ട് തന്നെ സോർദാറിന് ഷാഹി പനീർ ഓർഡർ ചെയ്ത് കഴിക്കാൻ കൊടുക്കും. സംശയമുണ്ടോ? ഷാഹി ഷാഹി ധിക്കാരി, മഹാരാജാവിനെ പേരെടുത്ത് വിളിക്കാറായോ നീ? മഹാരാജ സോർദാർ എന്ന് വിളിക്ക്, അല്ലെങ്കിൽ ശിക്ഷയെ നാം നിന്നെ കൊട്ടാരത്തിന്റെ താക്കോലിന്റെ കീച്ചൈനായി മാറ്റും. ശരി മഹാരാജാവേ. സോറി, ഞാനിപ്പോ എന്താ ഈ പറയുന്നത്? പുസ്തകങ്ങൾ തലയിൽ നിന്നും പോകുന്നില്ലല്ലോ. അങ്ങേ സോർദാറെ എന്ന് വിളിക്കണോ അതോ മഹാരാജാവേ എന്ന് വിളിക്കണോ? നീ എന്തിനാ എന്നെ മഹാരാജാവ് എന്ന് വിളിക്കുന്നേ? ഞാൻ എന്റെ കൂട്ടുകാരനാണ്. സോർദാർ എന്ന് വിളിക്ക്. നീ എന്നെ ഇഷ്ടത്തോടെ സോറു എന്ന് വിളിച്ചാൽ എനിക്ക് കുഴപ്പമില്ല, പോപ്പട്ടെ. ഓക്കെ സോറു, ഇന്ന് മുതൽ നിന്റെ പേര് സോറു എന്ന് മാറ്റിയിരിക്കുന്നു. സോറു എന്ന് നമ്മെ വിളിച്ച് പരിഹസിക്കുന്നോടാ ധിക്കാരി. നീ നമ്മുടെ സേവകനാണ്. മഹാരാജാവ് സോർദാറിനെ അപമാനിച്ചിരിക്കുന്നു. നിനക്കതിന് കഠിന ശിക്ഷ തന്നെ നൽകും. ഇത്ര പെട്ടെന്ന് നമുക്ക് ടിവിയിലെ ചാനൽ പോലും മാറ്റാൻ പറ്റില്ല. പക്ഷെ അതിനേക്കാളും വേഗത്തിൽ നീ മാറിക്കൊണ്ടിരിക്കുകയാണ് സോർദാറെ. സോർദാർ, നീയല്ലേ ഫ്രണ്ട്ലി ആയിട്ട് സോർദാർ എന്ന് വിളിക്കാൻ പറഞ്ഞേ? ക്ഷമിക്കണം കൂട്ടുകാരെ, എന്റെ പുസ്തകത്തിന്റെ ഭ്രാന്ത് കൂടിക്കൊണ്ടിരിക്കുകയാണ്. എടാ, നീ രാജാവായി മാറിയപ്പോ തല്ലാൻ കിട്ടിയത് എന്റെ ചെകിടാണോടാ? നീ എന്താ വിചാരിച്ചത്? ഞാൻ നിന്നോട് ക്ഷമിച്ച് മാപ്പ് തരുമെന്നാണോ? ഒരു രാജാവിന്റെ കർത്തവ്യമാണ് തെറ്റിന് ശിക്ഷ നൽകണമെന്നത്. അയ്യോ, ഏതവനാടാ ലൈബ്രറി പോകാനുള്ള ഐഡിയ പറഞ്ഞു തന്നത്? അവനെ ഞാൻ വെറുതെ വിടില്ല. സംശയമുണ്ടോ? ഡിറ്റക്റ്റീവ് റാത്തോർ. ഡിറ്റക്റ്റീവ് സോർദാർ നിന്നെ തീർച്ചയായും അന്വേഷിച്ച് കണ്ടെത്തും. അലി, സോർദാറിന് ഇത് എന്ത് പറ്റി? അവനെന്തിനെങ്ങനെ നടക്കുന്നത്? കന്നാസാറേ നിൽക്കൂ. 4 നിലയുണ്ടെങ്കിൽ അത് ഫ്ലാറ്റ് ആണ്. എന്താ സംഭവിക്കുന്നത്? അതിന്റെ ബാറ്റാണ്. ഇത് നിങ്ങളുടേതാണെന്നുള്ളതിന് എന്താണ് തെളിവ്? ഐ ഡി കാണിക്കേ. ഈ ബാറ്റിൽ നിങ്ങളുടെ പേരെഴുതി വെച്ചിട്ടില്ല. അപ്പൊ പിന്നെ എങ്ങനെയാണ് ഇത് നിങ്ങളുടെ ബാറ്റാകുന്നത്? ഇതിലാകെ കമ്പനി പേര് മാത്രമേ ഉള്ളൂ. ബംഗാളികൾ അവധിക്ക് നാട്ടിൽ പോയോ? ഈ സോർദാർ ഇത്ര പെട്ടെന്ന് ഡിറ്റക്റ്റീവ് ആയോ? ഇനി വൈകാതെ വരുന്ന ഹോളിഡേ ക്രിസ്മസ് ആണ്. ദൈവമാണ് സത്യം, ഈ ബാറ്റ് മറ്റാരുടേതും അല്ല, എന്റേതാണ്. ക്ഷമിക്കണം കന്നാ സാറേ, ഞാൻ ഒരുപാട് ബുക്ക് വായിച്ചായിരുന്നു. കുറെ നേരമായി അത് തലേ കിടന്ന് കറങ്ങുവാണ്. സോറി. ഞാൻ ഹണിയുടെയും ബണിയുടെയും പോപ്പറ്റിന്റെ അടുത്തുനിന്ന് മാറാൻ പാടില്ല, അല്ലെങ്കിൽ ആകെ പ്രശ്നമാകും. നിങ്ങളെ കാണാതെ ഞാൻ വിഷമിക്കുകയായിരുന്നു കൂട്ടുകാരെ. അടിച്ചു പൊളിച്ചു തിമിർത്തു. ഞങ്ങളെ അല്ല, നിന്നെയാ കാണാതായത്. വാ, ബാലു വൈദ്യരുടെ അടുത്തേക്ക് പോവാം. നിന്റെ ഈ വെളിവുകേടിനുള്ള മരുന്ന് എന്തായാലും വൈദ്യരുടെ അടുത്ത് കാണും. അതെ, ഇനി ചിലപ്പോ വല്ല ആദിവാസി ആയാലോ? ഹണി, ചിക്കള പോയ് ഹോയ് 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 ഹോയ്. ഒലൊലൊലൊലൊലൊലൊലൊ. ഈ ഭാഷ നേരത്തെ ഞാനും പഠിച്ചു വെച്ചിട്ടുണ്ട്. ഇന്നലെ എന്റെ വാല് ടേബിളിന്റെ അടിയിൽ പെട്ടുപോയപ്പോഴേ ഞാനും ഇതേ ഭാഷ തന്നെയാണ് അവിടെ വെച്ച് പറഞ്ഞത്. ഹോയ് 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 ഹോയ്. എടാ കഴുതേ, നീ ആദിവാസി എന്ന് പറഞ്ഞോണ്ട് അവൻ ഇതാ ആദിവാസിയായി മാറി. ഓ ഓ ഓ ഓ ആ ആ ആ. ഓ ഹോയ് ഹോയ് ഹോയ്. നീ എന്തിനാണ് എന്റെ തലയിൽ കയറിയിരിക്കുന്നത്? നിനക്ക് പറക്കാൻ പറ്റില്ലേ? പറന്നു പോടാ. അതെ, ഈ സോർദാറിന്റെ പരാക്രമം കണ്ടപ്പോ പേടിയാവുക. എനിക്കും പേടിയുണ്ട്. തോത്തറമേ, നിന്നെ കണ്ടത് എന്തായാലും നന്നായി. കൂട്ടുകാരെ, നിങ്ങളെന്താ ഇത്ര വെപ്രാളപ്പെട്ട് ഓടി വരുന്നത്? പറപ്പട്ടെ, ഏത് ദരിദ്രവാസിയാണ് എന്റെ കൂട്ടുകാരെ ഇങ്ങനെയിട്ട് ഓടിക്കുന്നത്? ദരിദ്രവാസിയൊന്നുമല്ല, നല്ല കാട്ടുവാസിയാണ്. ഇതാ നോക്കിയേ. കൂട്ടുകാരെ, നിങ്ങൾ സോർദാറിനെയാണോ പേടിക്കുന്നത്? ഏപ്രിൽ മാസം ആയിട്ടില്ല, അതിനു മുമ്പ് നിങ്ങൾ മറ്റുള്ളവരെ ഫൂളാക്കുവാണോ? നിനക്ക് കാര്യം മനസ്സിലായില്ലേ തോത്താറാമേ? സോർദാർ വയലന്റ് ആയിരിക്കുക. ഏ ഹൊല്ല 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 ഹുർ 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 ഹുർ.
അപകടകാരിയോ? നമ്മുടെ സോർദാറെ ഒരു പഞ്ചഭാവമാണ്. അവൻ ആർക്കും ഒരു ഹൈഫൈ പോലും കൊടുക്കാറില്ല. അതിന് മാത്രം വിനയനും സത്യസന്ധനുമാണ് സോർദാർ. അപ്പൊ ഞാൻ പോവുക. എനിക്ക് ബോക്സിങ്ങിന് ക്ലാസ് എടുക്കാൻ പോണം. ബോക്സിംഗ് ബോക്സിംഗ്. അയ്യോ, നീ അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു തോത്താറാമേ. എന്താ ക്ലാസ്സോ? അല്ല, ബോക്സിംഗ്. ഇനി നിങ്ങൾ കണ്ടോ ബോക്സിംഗ് ബോക്സറിന്റെ പെർഫോമൻസ്. എന്റെ മജി, സോർദാറിന് നന്നായി ബോക്സിംഗ് അറിയാമല്ലേ? പറക്കാനുള്ള അവസരം പോലും തന്നില്ല. എനിക്ക് തോന്നുന്നത് ഇപ്പൊ ഞാൻ ബോക്സിംഗ് ക്ലാസ് എടുക്കുകയല്ല, അത് പഠിക്കുകയാണ് വേണ്ട എന്നാ. ബെസ്റ്റ് ബോക്സർ. കൂട്ടുകാരെ റെഡിയാണോ? ഒന്ന് വേഗം മാറി നിൽക്കാൻ. ഞങ്ങക്ക് മേഡത്തിന് വേണ്ടിട്ട് സർപ്രൈസ് ഗിഫ്റ്റ് വാങ്ങിക്കാൻ പോകാനുള്ളതാ. നീ എന്തിനാടാ വാ കൊണ്ട് ഹോൺ അടിക്കുന്നേ? കൈ കൊണ്ടടിക്കടാ. അഥവാ നമ്മുടെ വായ കൊണ്ട് കാര്യം നടക്കുന്നുണ്ടെങ്കിൽ പിന്നെ കൈ ചലിപ്പിക്കേണ്ട ആവശ്യമില്ലല്ലോ കൊച്ചലിയ. എങ്ങനെയുണ്ട്? എന്തിനാ എന്നെ തല്ലിയേ? പണ്ടുള്ള കാരണവന്മാരെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, നല്ല കാര്യങ്ങൾ ഒരിക്കലും വൈകിക്കരുതെന്ന്. അതുകൊണ്ട് നിന്റെ തലക്കിട്ടൊന്ന് തരാൻ ഞാൻ ഒട്ടും വൈകിച്ചില്ല. സംശയമുണ്ടോ? നിങ്ങൾ തമ്മിൽ ഇങ്ങനെ വഴക്കുണ്ടാക്കിക്കൊണ്ടിരുന്നാൽ ഈ ട്രാഫിക്കിന്റെ ഇടയ്ക്ക് വണ്ടി എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാനാകും? അതെ മാജിക്കാരാ, എന്താ ഇത് നടു റോഡിൽ വെച്ചാണോ മാജിക് നടത്തുന്നത്? ഈ റോഡിൽ നിന്ന് മാറ്, ഞങ്ങൾക്ക് അല്പം തിരക്കുണ്ട്. ഏയ്, ഈ ഭൂമി എന്റെ അമ്മയാണ്. എന്റെ അമ്മയ്ക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് എന്താണ് ബുദ്ധിമുട്ട്? ഞാൻ ഒരു കാരണവശാലും ഈ റോഡിൽ നിന്ന് മാറില്ല. നിങ്ങളെ എന്റെ മുകളിൽ കൂടി പോകാനും ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല. ഈ നടു റോഡിൽ ജനങ്ങളെയൊക്കെ പിടിച്ചു നിർത്തി അപകടം ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണോ നിങ്ങള്? ഞങ്ങളെല്ലാം മാജിക് കാണാനാണ് ഇവിടെ കൂടി നിന്നത്. വാ, എല്ലാവർക്കും പോവാം. വാ. ഏയ്, നിങ്ങളുടെ ഈ സംസാരം കാരണം എന്റെ എല്ലാ ഓഡിയൻസും ഇവിടെ നിന്ന് പോയി. ഞാനതിന് തെറ്റായ ഒരു കാര്യവും പറഞ്ഞിട്ടില്ല. സംശയം രഹസ്യങ്ങളെല്ലാം പരസ്യമാകും. പക്ഷെ അതിന് ചൈ ചപ ചൈ ചൈ ഖൈ. ഞാൻ എന്ത് പറയും അത് നടക്കും. ബൈ. പോപ്പട്ട് പറയും എല്ലാവരുടെയും രഹസ്യം, അതും വൈകാതെ തന്നെ. എന്നാൽ തുടങ്ങട്ടെ. എന്റെ കൂട്ടുകാരുടെ രഹസ്യങ്ങൾ ഞാൻ പറയുമെന്നോ? അതൊരിക്കലും സംഭവിക്കില്ല. ഒരിക്കലും ഞാൻ തോത്താറാമിന്റെ രഹസ്യം പറയില്ല. സംശയമുണ്ടോ? തോത്താറാമിന് എന്ത് രഹസ്യ ഉള്ളേ? തോത്താറാമിന് ഇരുട്ട് പേടിയാണ്. അവന്റെ മുറിയിലെ ലൈറ്റ് എങ്ങാനും പോയി കഴിഞ്ഞാൽ അവൻ കഴുതയെ പോലെ കിടന്ന് കാറും. അത് ഈ ലോകം മുഴുവൻ കേൾക്കും. അയ്യോ, ഉത്തറാമിന് ഇരുട്ടിനെ പേടിയെന്ന് കേൾക്കുമ്പോൾ തന്നെ ചിരി വരിക എനിക്ക്. ഇത് ആർക്കും അറിയാത്ത ഒരു രഹസ്യമാണല്ലോ. അയ്യോ, ഇതിനേക്കാളും തമാശ നിറഞ്ഞ ഒരു രഹസ്യമുണ്ട്. ഏതാണത്? അങ്ങനെ ഒരു രഹസ്യമുണ്ട്. അതാണോ? അത് പറയല്ലേ പൊപ്പട്ടെ, അവരെല്ലാരും എന്നെ കളിയാക്കും. ഞാൻ നിനക്ക് ചോക്ലേറ്റ് തരാം. കേട്ടോളൂ, സോർദാറും കിറ്റിയും കൂടി സാരി വാങ്ങാൻ ടെക്സ്റ്റൈൽസിൽ പോയപ്പോ ടെക്സ്റ്റൈൽസുകാരൻ ചോദിച്ചു, സാരി കുട്ടിക്ക് വേണ്ടിയാണോ അതോ ചേച്ചിക്ക് വേണ്ടിയാണോ? എടാ പോപ്പട്ടെ, ആ മാജിക്കാരന്റെ മന്ത്രം ഫലിച്ചെന്നാ തോന്നുന്നേ. ഒന്നും മിണ്ടാതെ വാ, നമുക്ക് എത്രയും പെട്ടെന്ന് കടയ്ക്ക് പോവേണ്ടതാണ്. സാരി വാങ്ങാനാണോ? അതാ പോകുന്നു പോപ്പാൻ. പോപ്പട്ടെ, നീ മേഡത്തിനോട് എന്ത് പറയാനായിട്ടായി പോകുന്നേ? ഒരു രഹസ്യമുണ്ട്. മേഡത്തിനോട് സർപ്രൈസ് ഗിഫ്റ്റിന്റെ കാര്യം പറയാൻ പോവാ. കണ്ടില്ലേ, ഈ രഹസ്യവും ഞാൻ നിങ്ങളോട് തുറന്നു പറഞ്ഞു. രഹസ്യങ്ങൾ തുറന്നു പറഞ്ഞില്ലെങ്കിൽ എനിക്ക് വിമിഷ്ടം ഉണ്ടാവും. തലയിലാകെ ചൂട് കയറാൻ തുടങ്ങും. എന്റെ ചിറകുകൾ വിറയ്ക്കാൻ തുടങ്ങും. സംശയമുണ്ടോ? ഇത്രയും പ്രശ്നം ഉണ്ടെങ്കിൽ നീ പോകേണ്ടത് കാട്കർ മേഡത്തിന്റെ അടുത്തേക്കല്ല, ഡോക്ടറിന്റെ അടുത്തേക്കാണ്. സോറി, സമയപ്പോ മേഡത്തിന്റെ പേര് അറിയാണ്ട് വായിലോട്ട് വന്നതാണ്. സോറി മേഡം. ഇതൊക്കെ ഞാൻ മേഡത്തോട് പറയും, നിങ്ങൾ നോക്കിക്കോ. അയ്യോ, എന്റെ വയറ് വേദനിക്കുന്നേ. കുറച്ചും കൂടി ഉയർന്ന് പറക്കാം. സംശയമുണ്ടോ? വരൂ കൂട്ടുകാരെ, ഞാൻ പോപ്പണ്ണെ പിടിച്ചു കഴിഞ്ഞു.
ആ വേഗം വാ, ഞാൻ സോർദാറിനെ കുറിച്ചുള്ള മറ്റൊരു രഹസ്യം പറഞ്ഞുതരാം. മറ്റേ കാര്യം. അയ്യോ അത് വേണ്ട, ഇപ്പൊ തന്നെ ഞാൻ വലിയ ജോക്കറായിരിക്കുകയാണ്. എന്നാ പിന്നെ എന്റെ കാലിൽ നിന്ന് വിട്, ഓ, ഞാൻ രഹസ്യം പറഞ്ഞു കൊടുക്കും. നമ്മളിത് താഴെ വീഴാൻ പോവാണ് കൂട്ടുകാരെ. അയ്യോ കൂട്ടുകാരെ ഇത് വല്ലാതെ ഓവർ ആവുന്നുണ്ട്. എന്താ ഓവറായോ? എന്നിട്ട് എനിക്കിതുവരെ ബാറ്റിംഗ് ഒന്നും കിട്ടിയില്ലല്ലോ. എടാ കഴുതേ, ബന്നി എന്താ പറഞ്ഞെന്ന് വെച്ചാല് പോപ്പന്റെ പിടിക്കാനായിട്ട് വേറെ എന്തെങ്കിലും മാർഗം കണ്ടെത്തണമെന്നാണ്. ബാബു ദീപു കുതേന്ദ്രൻ. എന്റെ പേരാണ് ബാബു ദീപക്. കൂടാതെ കുതേന്ദ്രൻ എന്റെ ക്യാമറമാൻ. മോനെ പിങ്കു, മുറിയിലെ ഫാൻ ഒന്ന് ഓഫ് ചെയ്തേക്കണേ, ഞാൻ ഓഫ് ചെയ്യാൻ മറന്നുപോയി. ഇനി നീയും ഓഫ് ചെയ്യാൻ മറക്കല്ലേ, ലൈവ് റിപ്പോർട്ടിംഗ് നടക്കല്ലേ, അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഓർമ്മിപ്പിച്ചിട്ട് തുടങ്ങാന്ന് കരുതി. എങ്കിൽ നമുക്ക് തുടങ്ങാം. ഇവിടെ നിങ്ങൾ ലൈവായി കണ്ടുകൊണ്ടിരിക്കുന്നത് ആരെയോ കെണിയിൽ വീഴ്ത്താനുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതും വളരെ ഗംഭീരമായ കെണി. ഇനിയിപ്പോ കപ്പ് കേക്ക് കഴിക്കാൻ പോപ്പട്ട് താഴേക്ക് പറന്നിറങ്ങാൻ നമുക്ക് പിടിക്കാം. അടിപൊളി കപ്പ് കേക്ക്. കുറച്ചൊന്ന് നടന്നേക്കാം, അല്ലെങ്കിൽ കപ്പ് കേക്ക് കഴിച്ച് വയറ് നിറഞ്ഞ ശേഷം നാട്ടുകാരോട് എങ്ങനെ വയറ് നിറഞ്ഞു എന്ന രഹസ്യം ഞാൻ പറയേണ്ടി വരും. സംശയമുണ്ടോ? ഒന്നാണ് പുകയുന്ന മണം. ലൈബ്രറിയിൽ തീ പിടിച്ചിട്ടുണ്ട്. ഇത് ലൈബ്രറിയാണ്. തീ പിടിച്ചിട്ടുണ്ടെന്ന് നിങ്ങൾ എങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. നിലവിളിക്ക്. നിങ്ങൾക്ക് എന്താ ഇതൊന്നും അല്ലാതെ വേറൊന്നും പറയാൻ അറിയില്ലേ? എല്ലാരും വേഗം പുറത്തേക്ക് ഓടിക്കോ, ലൈബ്രറിയിൽ മുഴുവൻ തീ പിടിക്കാൻ പോവാണ്. സോർദാറേ, തീ പിടിച്ചെങ്കിൽ പുറത്തേക്കാ പോണ്ടത്, അല്ലാതെ അകത്തോട്ടല്ല. സംശയമുണ്ടോ? ഇവനെ പിടിച്ച് പുറത്തേക്ക് കൊണ്ടുപോ. എടാ, തീ പിടിച്ചെങ്കിൽ പുറത്തേക്ക് വാടാ. ഇല്ല, എനിക്ക് ലൈബ്രറി തീ പിടിച്ചൊന്നും രക്ഷിക്കണം. ഇതെങ്ങനെയാ സംഭവിച്ചത് ഞാൻ മണം പിടിച്ച് കണ്ടെത്താം. വിടാനാ പറഞ്ഞത്. ഇവൻ തീപിടുത്തുണ്ടായിരുന്നെങ്കിൽ പുകയെങ്കിലും കാണുമായിരുന്നില്ലേ? ഇവിടെയാണെങ്കിൽ അങ്ങനെ ഒരു സംഭവം നടന്നായിട്ട് തോന്നുന്നില്ല. ജോർദാറിന്റെ മണം പിടിക്കാനുള്ള കഴിവ് അപാരമാണ്. ഇത് കുറച്ചു മുമ്പ് കത്തിപ്പിടിച്ചതായിരിക്കും. ഇത് ചന്ദനത്തിരിയാ. ഇതിന്നായി പുക മുഴുവനും വന്നത്. എന്നിട്ടാണോ നീ തീ പിടിച്ചെന്ന് പറഞ്ഞത്? ഞാൻ പറഞ്ഞത് തെറ്റല്ല. ഇതാ ഇതിൽ തീയുമുണ്ട്, പുകയുമുണ്ട്. പതുക്കെ പറയേ, ഇത് ലൈബ്രറിയാണ്. അയ്യോ, കള്ളൻ കള്ളൻ, എന്റെ ബാഗ് കള്ളാ. വേഗം വാ, നമുക്ക് ആ കളനെ പിടിക്കണം. അവൻ രക്ഷപ്പെട്ടു. ഡിറ്റക്റ്റീവ് സോർദാർ അവനെ സൂം ചെയ്ത് പിടിക്കും. ഈ വഴിയാണ് പോയത്. നിനക്ക് നല്ല മണം പിടിക്കാനുള്ള കഴിവുണ്ടെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ പറയണ്ടായിരുന്നോ മുമ്പിൽ വെള്ളം ഉണ്ടെന്നുള്ള കാര്യം.
ഇനി എന്തിങ്ങനെ വലിച്ചു കയറ്റുന്നത്? നമ്മളിതാ തെന്നി താഴെ വീണില്ലേ? എടാ ഞാൻ കള്ളനെ മണം പിടിക്കുകയാണ്. അവൻ അങ്ങോട്ടാണ് പോയത്. മണം കൂടുതലായിട്ട് വരുന്നുണ്ട്. കള്ളൻ ഇവിടെ തന്നെ ഉണ്ട്. മണം പോകുന്നുണ്ട്. അത് അവൻ തന്നെയാണ്. കൊച്ചളിയാ, അവന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. അയ്യോ ഞാനല്ല. അയ്യോ ഞാൻ പറയുന്നത് കേക്ക്. ഒന്ന് നിർത്ത്. എന്തു പറ്റി സോർദാറെ? അതൊന്നുമില്ല, നമുക്ക് വേറെ സ്ഥലത്ത് ചെക്ക് ചെയ്ത് നോക്കാം. എടാ നിക്കടാ അവിടെ. എടാ നിക്കടാ. ആ ഇതുവഴി. അതാ പോകുന്നു. കൊടയും മറിച്ച് രക്ഷപ്പെടാൻ നോക്കുകയാണ്. ഇന്ന് അവനെ ശരിയാക്കിയിട്ട് തന്നെ കാര്യം. എന്റെ കൈ മുറിഞ്ഞു. അയ്യോ എനിക്ക് വേദനിക്കുന്നേ. സോറി ചേച്ചി, സോറി. കള്ളൻ വേഷം മാറി ഇത്ര പെട്ടെന്ന് പെണ്ണായോ? അയ്യോ. എടാ മാര കഴുതേ, ഇതൊരു പെണ്ണ് തന്നെയാ. രാവിലെ എന്റെ പെർഫ്യൂം ബാഗ് കാണാത്ത സങ്കടത്തിലിരിക്കുമ്പോഴാ ഇപ്പൊ നിങ്ങൾ തന്നെ. സോറി, ഞങ്ങളോട് ക്ഷമിച്ചേക്ക്. ഞങ്ങൾ കളിക്കുകയായിരുന്നു, അറിയാതെ ഒന്ന് മുട്ടിപ്പോയതാണ്. ഞങ്ങളോട് ക്ഷമിക്കൂ. എടാ നീ ഇങ്ങനെയാണോ ഡിറ്റക്റ്റീവ് ആവുന്നത്? ഇവിടെ നിന്നാണ് മണം വരുന്നത്. ഞാൻ മുകളിൽ കയറി നോക്കിയിട്ട് വന്നേക്കാം. ഞങ്ങള് പോയി നോക്കിയിട്ട് വരാം. ഇവിടെ ഒന്നുമില്ല. അങ്ങനെ ദാ ഇപ്പൊ രാത്രിയായി, എന്നിട്ട് കള്ളനെ ഇതുവരെ പക്ഷെ കിട്ടിയില്ല. ഒന്നുമില്ലെങ്കിലും നമ്മളിപ്പോ വീട്ടിൽ എത്തിയില്ലേ? ഇതും കൂടെ ബാക്കിയോട്ട് കൂട്ടുകാരേ. എന്ത്? അപ്പൊ കള്ളൻ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടോ? ഇല്ല, കന്നാസാറിന്റെ വീട്ടിൽ നിന്നാണ്. മതി സോർദാറെ, കന്നാസാറിന്റെ വീട്ടിലെ എല്ലാ ലൈറ്റുകളും ഓണായി കിടക്കുക. കള്ളനെ കണ്ടെങ്കിൽ അയാൾ ഒച്ച വെക്കില്ലേ? എന്നെ വിശ്വസിക്കേ, ഒരു ലാസ്റ്റ് ചാൻസ് പ്ലീസ്. ശരി എന്നാ എന്നാ വാ. വാ. അതാ നിൽക്കുന്നു. ഇവിടെ എങ്ങും ആരുമില്ല. നീ നിന്റെ മൂക്കുകൊണ്ട് ഡോക്ടറിനെ കാണിക്കേ. കള്ളൻ ഇവൻ തന്നെയാണ് കള്ളൻ. ഇവന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. നിനക്ക് തിരക്കുള്ള പണി ഞാൻ ഇപ്പൊ തന്നെ തരാം. ഈ ജനലിലൂടെ ഇപ്പൊ പുറത്തു പോകുന്നതാണ് തൽക്കാലം നല്ലത്. പിടിക്കവനെ, രക്ഷപ്പെടാൻ അനുവദിക്കരുത്.
എടാ നീ ആ വഴി എങ്ങോട്ടായി പോന്നേ? ഓഫീസിൽ പോയി മാഡത്തിന് ടിഫിൻ കൊടുക്കേണ്ടതാ, സംശയമുണ്ടോ? ചിലപ്പോ ഇത് ഷോർട്ട് കട്ട് ആയിരിക്കും. ഇത് ഷോർട്ട് കട്ടൊന്നും അല്ല, കാറാണ്. ഇത് ആന്റി കാറിന്റെ കൂടെ പോവുകയാണ്. എന്ത് അടിപൊളി കാറാണല്ലേ, 1940 കാറാ. അടിപൊളി കാറാണ്. ഈ കാർ എനിക്ക് കിട്ടിയെങ്കിൽ നന്നായിരുന്നു തന്നെ. എടോ താൻ ഇതെന്തൊക്കെയായി കാണിക്കുന്നത്? നല്ല മനോഹരമായ കാറാണ്. നിങ്ങളുടേതാണോ? അല്ല, ഇത് മിസ്റ്റർ ബാറ്റ്ലിയുടേതാണ്. എന്റെ അടുത്ത് ഇത് പണയമായി തന്നതാണ്. അല്ല, ഈ പണയെന്ന് വെച്ചാ എന്താണ്? ആർക്കെങ്കിലും കാശിന്റെ അത്യാവശ്യം വന്നാൽ ഉടനെ ആരെങ്കിലും വിലപിടിപ്പുള്ള സാധനം പണയം വെച്ച് കാശുമായി പോകും. ആഹാ, കൊള്ളാലോ. എന്റെ കയ്യിലൊരു കാറുണ്ട്. അല്ല, സാറിന്റെ വീട് എവിടെയാ? ഞാനും കാർ വന്നാലേ എനിക്കും കിട്ടുമല്ലോ കാശ്. ദാ ആ ബംഗ്ലാവ് എന്റേതാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളപ്പോ വന്നോളൂ. ഹണി, നീ മേഡത്തിന്റെ കാറ് പണയം വെക്കാൻ പ്ലാൻ ഇടുകയാണോടാ മണ്ട? അല്ലല്ല, എന്റെ കയ്യില് റിമോട്ട് ഉപയോഗിച്ച് ഓടുന്ന കാറുണ്ട്. ഇട കഴുതേ, അതിനൊരു 10 രൂപ പോലും കിട്ടില്ല. ഇന്നത്തെ കോട്ട കഴിഞ്ഞില്ലേ? വാ നമുക്ക് പോകാം. ടിഫിൻ കൊടുക്കണം. വൈകി കഴിഞ്ഞാൽ ലഞ്ച് ടൈം ആവും. സാർ, നിങ്ങളുടെ കാറ് കാണുന്നില്ലല്ലോ. ഓ, ആ കാറാണോ? ആ കാർ ഞാൻ വണ്ടി വിളിച്ച് വിൽക്കുന്നവന്മാർക്ക് എടുത്തങ്ങ് കൊടുത്തു. എന്ത്, ഇത്രയും നല്ലൊരു കാറ് വണ്ടി പൊളിക്കുന്നവർക്ക് എടുത്ത് കൊടുത്തോ? ജോർദാറെ, നിന്നെ എത്ര സമയമായി അന്വേഷിക്കുന്നു. നീ ഇത് എവിടെയായിരുന്നു? എടാ, ആ കാറ് എടാ നിനക്ക് എന്താ പറ്റുന്നത്? ഏത് കാറിന്റെ കാര്യം? ആ ചുവന്ന നിറത്തിലുള്ള ആന്റി കാർ വണ്ടി പൊളിക്കുന്നവർക്ക് കൊടുത്തു. അത് ബാറ്റ്ലിയുടെ കാറിലായിരുന്നോ? പിന്നെ എപ്പോഴാ അത് വണ്ടി പൊളിക്കുന്നവരുടെ കാറായി മാറിയത്? അപ്പൊ ഇനി നോക്കണ്ട, ആ കാറിന്റെ ഷേപ്പ് മൊത്തത്തിൽ മാറിയിട്ടുണ്ടാവും. സംശയമോ? നിങ്ങൾ എന്തൊക്കെയാ പറഞ്ഞോണ്ടിരിക്കുന്നത്? ആ വണ്ടി പൊളിക്കുന്നവര് ആന്റി കാറിന് നശിപ്പിക്കും. അതിനെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തിയേ മതിയാകും. അതേ കൂട്ടുകാരെ, അത്രയും നല്ലൊരു വണ്ടി നശിപ്പിക്കാൻ പാടില്ല. വരൂ. ഒന്ന് ചോദിച്ചോട്ടെ, ഈ ഇരുമ്പടക്കാരൻ കബ്ഡു എവിടെയാണ്? ഞാൻ തന്നെയാണ് കബ്ദു. എന്ത് വേണമെങ്കിലും വിൽക്കും. What can I do for you? ഇരുമ്പ് കടക്കാരനോ? അതും ഈ വേഷത്തിൽ? ഇതൊരു പഴയ നാവികന്റെ സ്യൂട്ടാണ്. ഇന്നത്തെ കാലത്ത് കാശ് ചെലവില്ലാതെ കാര്യം നടക്കാനേ നോക്കൂ. ഇത് ഞാൻ പൊളിക്കാൻ വേണ്ടി വാങ്ങിയ വണ്ടിയുടെ ഡിക്കിയിലുണ്ടായിരുന്നതാണ്. വാട്ട് കാൻ ഐ ഹെൽപ് യു? ഇന്ന് നിങ്ങള് ഒരു ആന്റി കാർ വാങ്ങിച്ചായിരുന്നില്ലേ? അതെ അതെ, ദാ കിടക്കുന്നു, നോക്കൂ. വരൂ വരൂ, ഞാൻ നിങ്ങളെ തന്നെയാണ് ഇത്ര നേരം കാത്തിരുന്നത്. ദാ നോക്കൂ എന്റെ പുതിയ പിയാനോ. യുനോ, ഹൗ ക്യാൻ യു നോ? മുഗളന്മാരുടെ കാലത്തുള്ള ഈ ആന്റിക്യൂ പീസിൽ സൈഗർ സാറിന്റെ ഹാർമോണിയത്തിന്റെ കീ ഘടിപ്പിച്ചതാണ്. ഇതിന്റെ താഴെ പിടിപ്പിച്ചിരിക്കുന്നത് പണ്ട് കലാം സാർ ഓടിച്ചിരുന്ന സൈക്കിളിന്റെ ചെറിയൊരു പാർട്സ് ആണ്. പിന്നെ ഇതിന്റെ മുമ്പിലുള്ളത് പണ്ട് ബ്രിട്ടീഷുകാരുടെ കാലത്തുള്ള വണ്ടിയുടെ ബോണറ്റ് ആണ്. യുനോ, ഹൗ ക്യാൻ യു നോ? ഓ, ഇയാള് ഗപ്പൂനേക്കാളും വലിയ പോക്കറിയാ. സംശയമുണ്ടോ? ഇത്രയും പഴയ ഒരു ആന്റിക് പിയാനോ വേറെ ആരുടെയും കയ്യിലില്ല. ഇനിയിപ്പോ എന്റെ പേര് ഗിന്നസ് ബുക്കിൽ നിങ്ങൾ ചേർക്കുമല്ലോ അല്ലേ? ഇല്ല, പക്ഷെ ഞാൻ എന്റെ ഹണീസ് ബുക്കില് നിങ്ങളുടെ പേര് തീർച്ചയായിട്ടും ചേർക്കും. അല്ല, ഇതാരാണ്? അത് ഞാനാ. ഇയാളാ ബോണറ്റ് പിയാനോടെ കവറാക്കിയല്ലോ. ഇനിയിപ്പോ എന്താ ചെയ്യുക? എന്തെങ്കിലും ചെയ്തേ പറ്റൂ, ഇല്ലെങ്കിൽ ജോർദാറിന് ആകെ പ്രശ്നമാവും കൂട്ടുകാരെ. നിക്കേ, ഞാനൊന്ന് ആലോചിക്കട്ടെ. അതായത് ഐ ആം കൺഫ്യൂസ്ഡ്. അപ്പൊ നിങ്ങൾ ഹണീസ് ബുക്കിൽ നിന്നാണോ വരുന്നേ? പക്ഷെ എന്നെ കോൾ ചെയ്തപ്പോൾ നിങ്ങൾ പറഞ്ഞത് നിങ്ങൾ ഗിന്നസ് ബുക്കിൽ നിന്നാണ് വരുന്നതെന്നല്ലേ? നോക്കൂ, നിങ്ങൾ ഇത് തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. ഞങ്ങൾ നിങ്ങൾക്ക് കോൾ ചെയ്തിട്ടില്ല. കൂടാതെ ഞങ്ങൾ പിഗീസ് ബുക്കിൽ നിന്നല്ല വരുന്നത്. അപ്പൊ പിന്നെ നിങ്ങൾ ആരാണ്? ആരാധകൻ. താങ്കളുടെ ഈ പിയാനോയെ കുറിച്ച് കേട്ടപ്പോ ഒന്ന് കാണാൻ വേണ്ടി വന്നതാ. ഇതൊരു കലക്കൻ പിയാനോയാണ്. പക്ഷേ ഈ ബോണറ്റ് ഈ പിയാനോയുടെ ഭംഗി കളയുന്നുണ്ട്. സംശയമുണ്ടോ? അത് ശരി.
അതിന് പകരം ഈ പിയാനോയുടെ മുന്നിൽ ഏതെങ്കിലും മഹാന്റെ ഫോട്ടോ വെക്കുന്നതാ നല്ലത്. അത് നല്ല ഭംഗിയായിരിക്കും. മാത്രമല്ല ഗിന്നസ് ബുക്കിൽ താങ്കളുടെ പേര് കൺഫേം ആവും. അത് ശരി, എന്റെ കയ്യിൽ രാജാ രവിവർമ്മയുടെ ഒരു ചിത്രമുണ്ട്. എന്നാ പിന്നെ അത് തന്നെ വെച്ചോളൂ. ഈ ബോണറ്റ് ഞങ്ങൾ ഇവിടുന്ന് മാറ്റിക്കോളാം, എന്നിട്ട് അത് കൊണ്ടുപോയിക്കോളാം. സംശയമുണ്ടോ? ആ വാങ്ങിച്ചല്ലോ, ദായിരിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടത് ആ ടയർ തന്നെയാ. എടുത്തോളൂ, ഞാൻ വേറെ വാങ്ങിച്ചോളാം. ബിസിനസ് ആവുമ്പോ ഇതൊക്കെ സർവ്വസാധാരണമല്ലേ കുട്ടികളെ? ചേട്ടും അതെ, ഞാൻ 5000 രൂപയ്ക്കാ വാങ്ങിച്ചത്. 10000 രൂപയ്ക്ക് തന്നേക്കാം. ഇതൊരു വല്ലാത്ത കൊള്ളയായി പോയല്ലോ. സംശയമുണ്ടോ? അതെ അതെ, ബിസിനസ് ഒക്കെ അല്ലേ, അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പതിവല്ലേ. എനിക്കും അല്പം ലാഭമൊക്കെ വേണ്ടേ? ഞങ്ങളുടെ കയ്യിൽ കാശൊന്നുമില്ല, അതാ. എങ്കിൽ കാശുള്ളപ്പോ എടുത്തോണ്ട് പോയിക്കോളൂ. ദാ ഇവിടെ തന്നെ ഉണ്ടാകും. ഓടിപ്പോവാൻ അതിന് കാലൊന്നുമില്ലല്ലോ. ആരും ഇറങ്ങി പോകരുത്. ഇതെല്ലാം ആന്റിക് സാധനങ്ങളാണ്. എല്ലാം എടുത്തോ. അയ്യോ, ഇവന്മാർ ശരിക്കും തല്ലുന്നുണ്ട്. രക്ഷപ്പെട്ടോ. അടിപൊളി, കലക്കി. നിങ്ങൾ എന്റെ ആന്റിക്യൂ സാധനങ്ങൾ കൊള്ളയടിക്കാതെ രക്ഷിച്ചു. നിങ്ങൾക്ക് വേണ്ടതാ ടയറല്ലേ, ഇഷ്ടം പോലെ എടുത്തോളൂ. ഫ്രീ ആയിട്ടാണോ? അതെ അതെ, ബിസിനസ് അല്ലേ, കുറച്ചൊന്ന് താന്നു കൊടുത്തൊന്നും പറഞ്ഞ് പ്രശ്നമില്ല. മാത്രമല്ല ഈ ചെമ്പ് കൊണ്ടുള്ള ശില്പം എന്റെ വക നിങ്ങൾക്കുള്ള സമ്മാനമാണ്. 1964 ശില്പമാണിത്. നിങ്ങൾക്ക് പഴയ സാധനങ്ങളൊക്കെ ഇഷ്ടമല്ലേ? താങ്ക് യു സോ മച്ച് നിക്കിറാം ജി, താങ്ക് യു സോ മച്ച്. ഖന്ന സാറിന് ഭയങ്കര ലക്കിയാണല്ലോ. സാറിന്റെ ബന്ധുക്കളെല്ലാം തന്നെ സയന്റിസ്റ്റുകളാണല്ലോ. അതെ, റോബോട്ട് ഉണ്ടാക്കുന്ന അങ്ങയുടെ വലയച്ചനോട് ഞങ്ങളുടെ താങ്ക്സ് പറഞ്ഞേക്ക്. ഈ അമേസിംഗ് ആയിട്ടുള്ള റോബോട്ട് വിലയിൽ നമുക്ക് അവധി ആഘോഷിക്കാൻ അവസരം തന്നില്ലേ? ദുബായിൽ നിന്ന് എന്റെ ചെറിയ അമ്മാവൻ ഇന്നലെയാണ് വന്നത്. ഇറ്റ്സ് ഓക്കെ. അയൽവാസികളല്ലേ അയൽവാസികളെ സഹായിക്കേണ്ടത്. അടികൈ. വന്നാട്ടെ, നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വില്ലയിലേക്ക് സ്വാഗതം. ദാ, ഇത് നിങ്ങളുടെ എല്ലാവരുടെയും ഫേവറേറ്റ് വെൽക്കം ഡ്രിങ്ക് ആണ്. വാവ്, എന്റെ ഫേവറേറ്റ് പാലക് ജ്യൂസ്. ആഹാ, ഈ ബനാന ഷേക്ക് വളരെ ടേസ്റ്റിയാണ്. ഖന്ന സർ, താങ്കളുടെ ഈ വല്യച്ഛന്റെ വില്ല എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. ഐ എം ഷുവർ എനിക്ക് ഇവിടെ ജോലിഭാരമെല്ലാം ഇറക്കി വെച്ച് സ്വസ്ഥമായി വിശ്രമിക്കാം. താങ്ക് യു സോ മച്ച്. കാർക്കർ പറയുന്നത് ശരിയാണ് സാർ. ആൽബർട്ട് വല്യച്ഛൻ നിങ്ങളുടെ എല്ലാ കാര്യവും എന്നോട് പറഞ്ഞിട്ടുണ്ട്. എന്റെ പേര് നാനി സാർ. ഇടക്കിടക്ക് ഇങ്ങനെ സാ പറയുന്നുണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ തനിക്ക് സാധകം ചെയ്ത് സംഗീതജ്ഞനാവാമായിരുന്നില്ലേ? വരൂ സാർ, വരൂ. പോപ്പൻ സാർ അക്യൂറത്തിൽ വീണോ? പോപ്പൻ സാർ അക്യൂറത്തിൽ വീണോ? ഞാൻ ഈ ടവൽ കൊണ്ട് ബോഡി മൊത്തം ക്ലീൻ ചെയ്യാം സാർ. അല്ലെങ്കിൽ തലയിൽ വെള്ളം ഇറങ്ങി അസുഖം വലുത് പിടിച്ചോളേ. നെറ്റ്വർക്ക് പ്രോബ്ലം. അപ്പോൾ നിങ്ങൾ 6.25 പേർക്കും സുഖം തന്നെയല്ലേ? 6.25 പേരല്ല, 7 പേരുണ്ട്. നീ ചെറുതല്ലേ, അതുകൊണ്ട് കാല് മതിയാകും. ഡോക്ടർ ബാലുവിന്റെ കയ്യിൽ മരുന്നുകളുണ്ട്, എന്റെ കയ്യിൽ ചില കണ്ടുപിടുത്തങ്ങളുമുണ്ട്. എന്ത് ചെയ്യാനാ കുട്ടികളെ, ഖന്നയുടെ വലിയച്ഛനായി പോയില്ലേ? അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചില കവിതകൾ കേറി വരും. ഇവനാണ് എന്റെ പുതിയ കണ്ടുപിടുത്തം, നാനി റോബോട്ട്. ഇവൻ നിങ്ങളുടെ കാര്യങ്ങൾ നോക്കിക്കോളും. ബൈ. എന്തോ നെറ്റ്വർക്ക് പ്രോബ്ലം ആണ്. ഞാനത് ഇപ്പൊ തന്നെ ശരിയാക്കാം. ഇട കഴുതേ, ഇത് ടിവിയുടെ റിമോട്ട് ഒന്നും അല്ല, തട്ടി തട്ടി ശരിയാക്കാനായിട്ട്. വലിയച്ഛന്റെ കണ്ടുപിടുത്ത നാനി റോബോട്ട്. റോബോട്ടിന്റെ മുന്നിൽ വെച്ച് ആരും ഒച്ച ഉണ്ടാക്കരുത്. അങ്ങനെ നിങ്ങൾ ഒച്ച വെച്ചുകൊണ്ടിരുന്നാൽ നാനിയുടെ ഹൃദയമിടിപ്പ് കൂടിക്കൊണ്ടേയിരിക്കും. അപ്പോൾ അവന്റെ വയറുകളിൽ വയസ്സോൾ കൂടി വരും. ഇവന്റെ നെറ്റും ബോൾട്ടും പതുക്കെ ഇളകാൻ തുടങ്ങും. മാത്രമല്ല ടെമ്പറേച്ചർ 90 മോഡിലേക്ക് മാറും. അപ്പൊ ആരെങ്കിലും അബദ്ധത്തിൽ ഒച്ച വെച്ചാലോ? അതിനൊരു വഴിയേ ഉള്ളൂ. അവനെ റോബോ കവിത കേൾപ്പിച്ചാ മതി. ഹേയ് റോബോ 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 ബോബോ റോബോ റോബോ. ചരിത്രമുറങ്ങുന്ന നാടാണ് ഇറ്റലി. നെറ്റ്വർക്ക് പോയല്ലോ പെർമനന്റ്ലി. അത് കുഴപ്പമില്ല, എല്ലാരും ഒന്ന് ഓർത്താ മതി, ഒച്ചയുണ്ടാക്കരുത്. അല്ലെങ്കിൽ അവൻ 90 മോഡിൽ വന്ന് എന്തും ചെയ്തേക്കാം. മനസ്സിലായല്ലോ? ഓക്കെ. എന്റെ അമ്മച്ചി,
സോറി, വെള്ളത്തിൽ വീണ് എനിക്ക് ജലദോഷം പിടിച്ചെന്നാ തോന്നുന്നത്. എന്റെ പോപ്പട്ടെ, നിന്റെ ഒടുക്കത്തെ തുമ്മല് കാരണം ഞങ്ങളും അപകടത്തിലായെന്നാ തോന്നുന്നത്. എത്ര ഓമനത്തമുള്ള കുട്ടികളാണ് നിങ്ങൾ. 7 കുട്ടികളെയും ഒരേ സമയം കയ്യിലെടുക്കാൻ എനിക്ക് വളരെയധികം കൊതിയാവുന്നുണ്ട്. അയ്യോ, നിങ്ങളെന്തിനാ കൂട്ടിയത്? ഇങ്ങനെ കുളിക്കുക ബനാന ഷേക്ക് വീണ്ടും വായിക്കുടക്ക് പുറത്തേക്ക് പോകും. സംശയമുണ്ടോ? എല്ലാവരും ചിരിക്കോ. ഇങ്ങനെ കുളിക്കാൻ ചിരിയല്ല, പേടിയാണ് ഉണ്ടാവുക. എന്റെ അടുത്തുള്ള ജിമ്മിൽ പോകുമായിരുന്നല്ലോ. ഇതിന് പറക്കും നടന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളെല്ലാരും അങ്ങോട്ട് നോക്കിയേ. റോബോട്ടിന്റെ മാനുവലിലെ ഇതിനെ നിർത്താനുള്ള വഴി തീർച്ചയായിട്ടും ഉണ്ടാവും. ആദ്യം അതിനെ നിങ്ങൾ 2 കൈകൊണ്ടും മുറുകെ പിടിക്കണം. എന്നിട്ടതിനെ ഇടത്തോട്ടും വലത്തോട്ടും ഇളക്കണം. എന്നിട്ടതിൽ പഞ്ചസാര ഇട്ട് കുഴച്ച് ഉണ്ടാക്കി സെർവ് ചെയ്യാം. എന്റെ അമ്മച്ചി, ഓ നോ, ഇത് ലഡു ഉണ്ടാക്കാനുള്ള മാനുവൽ ആയിരുന്നോ? ഇനി അടുത്തതാണ് ഫണ്ണി നീട്ടായി. കൂട്ടുകാരെ, ഇനി ആ റോബോട്ട് എന്തൊക്കെ ചെയ്യുമെന്ന് അറിയില്ല. കുട്ടികളിങ്ങനെ ഓടാൻ പാടില്ല, ഉറങ്ങാനുള്ള സമയമായി. അയ്യോ, ഇവൻ എന്തിനാ ഈ ഉച്ചയ്ക്ക് 12 മണിക്ക് നമ്മളെ കിടത്തി ഉറക്കാൻ നോക്കുന്നത്? എന്റെ അമ്മച്ചി, എന്റെ പൊന്നു റോബോട്ട്, നീ എന്തായി ചെയ്യുന്നത്? അയ്യോ, എന്നെ വെറുതെ വിടൂ. സോറി സാർ, മേഡം വേഗം ഉറങ്ങിക്കോളൂ സാർ. ഉറങ്ങാതെ മറ്റുള്ളവരെ ശല്യം ചെയ്യാതിരിക്കൂ സാർ. ഗുഡ് നൈറ്റ് സാർ, ഉറങ്ങിക്കോളൂ സാർ. വേണ്ട, എന്ത് റോബോട്ടാണിത്? അയ്യോ ഖന്ന സാർ, വേഗം എന്തെങ്കിലും ഒന്ന് ചെയ്യൂ. ജിംഗിൾ ബെൽ ജിംഗിൾ ബെൽ ജിംഗിൾ ബെൽ സ്ലീപ്പിംഗ് ബെൽ. കണ്ണും പൊട്ടി ചാഞ്ഞുറങ്ങും ചാഞ്ചാടിക്കോ കുട്ടിക്കോട്ടം. സിംഗ് വിത്ത് മീ. ജിംഗിൾ ബെൽ ജിംഗിൾ ബെൽ ജിംഗിൾ ബെൽ സ്ലീപ്പിംഗ് ബെൽ. കണ്ണും പൊട്ടി ചാഞ്ഞുറങ്ങും ചാഞ്ചാടിക്കോ കുട്ടിക്കോട്ടം. ബണി എന്താ ഈ ചെയ്തത്? ഇത് അണ്ടു ബട്ടണ. എല്ലാവരും വേഗം രക്ഷപ്പെട്ടോ. വൈകാതെ തന്നെ ഇവൻ വീണ്ടും ആക്റ്റീവ് ആവും. വലിയച്ഛ, വേഗം ആ കവിത ഒന്ന് പറഞ്ഞു താ. ഇവിടെ ഈ റോബോട്ട് ഔട്ട് ഓഫ് കൺട്രോളിലാണ്. ഹലോ ഹലോ, എന്റെ അമ്മോ, വീണ്ടും നെറ്റ്വർക്ക് പോയെന്നാ തോന്നുന്നേ. എന്റെ പുന്നാര കുട്ടികളൊക്കെ എവിടെയാ പോയത്? എന്റെ അമ്മോ, വല്ലാത്തൊരടിയായി പോയി. സ്കൂളിൽ മാഷുമാര് പോലും എന്നെ ഇങ്ങനെ തല്ലിയിട്ടില്ല. ഇത് പിടികിട്ടിന്നല്ല, അടി കിട്ടിയെന്നാ. ഓഹോ, ഒളിച്ചു കളിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാ പോരെ, ഞാൻ നിങ്ങളെല്ലാവരും കളിപ്പിക്കാം. എനിക്ക് പലതരം കളികൾ അറിയാം. എന്തായിരുന്നോ കവിത? റോബോ ബോബോ ബോബോ, അയ്യോ. റോബോ ബോബോ ബോബോ, അയ്യോ. അല്ല, എന്തായിരുന്നോ കവിത? അയ്യോ. കൂട്ടുകാരെ, ഇവൻ നമ്മളെ കുളിപ്പിച്ച് കിടത്തുമെന്നാ തോന്നുന്നേ. എന്റെ കുട്ടികളെ, നിങ്ങൾക്ക് ഇവിടെ ഒരു കുറവുണ്ടാവാൻ ഞാൻ സമ്മതിക്കില്ല. നിങ്ങളെല്ലാവരെയും ഞാൻ നന്നായി തന്നെ നോക്കും. ഓക്കെ സാർ, ഇപ്പൊ സമയം എത്ര മണിയായി? 5 മണിയാകുമ്പോൾ എനിക്ക് ഷോപ്പിങ്ങിന് പുറത്തു പോവേണ്ടതാണ്. ഷോപ്പിങ്ങിന് പോകുമ്പോ ട്രോളിക്ക് പകരം നമ്മുടെ തലക്കൂടെ സാധനം വെക്കാണ്ടിരുന്നാ മതി. അതുകൊണ്ട് ചെറുതായിട്ടൊരു കള്ളം പറയാം. സമയം ഇപ്പൊ 4 മണിയായി. ഓ, 4 മണി. ഈ സമയം നിങ്ങളെ പാർക്കിൽ കൊണ്ടുപോകാൻ റെഡിയാക്കാനുള്ള സമയമാണ്. ഇത് വല്ലാത്ത പുലിവാല് തന്നെയാണല്ലോ. പാർക്കിൽ പോവാൻ റെഡിയാവാം. ജീപ്പും പൗഡറും ഇട്ടല്ലോ. ഹണിമണി എന്നാൽ മ്യാവും മ്യാവും. ചോർദാർ എന്നാൽ ബാവോ ബാവോ.